നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണയും നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞാൻ തരയണമേ. ഞങ്ങളുടെ അടക്കാർ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദൈവമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ നിന്റെ കൽപ്പനകളുടെ വഴി നിന്റെ പ്രമാണങ്ങളുടെ അനുഷ്ഠാനവും നിന്നിലുള്ള വിശ്വാസത്തിന്റെ ജ്ഞാനവും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ നോമ്പിൻ്റെ ആത്മീയവും വിശുദ്ധമായ പോരാട്ടത്തിൽ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നിൽ നിന്നെ തുണയും സഹായവും പ്രാപിക്കുമാറാകണമേ. ഓശോ വൗഖൂല സുബാൻ ലൗന്മേ കുറിയേലായിസോൻ. കർത്താവേ ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരവരുളി ചെയ്ത് എൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുമുമ്പാകെ എന്റെ കൈകളിലെ കാഴ്ചയായി നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായുകയും ഞാൻ അന്യക്രിയകൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കുഴിപ്പിക്കരുതേ. എന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെക്കുറിച്ചാവുന്നു. അവരുടെ സൈന്യാധിപന്മാർ പാറിയിൻ മുനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. ഭൂമിയെ കൊളുവിടുന്ന് ചിതറിക്കുന്ന പോലെ പാതാളവാതിൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ എന്റെ കണ്ണുകളെ നിങ്ങളിലേക്ക് ഞാൻ ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണിയിൽ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകട്ടെ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു. എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. തിരുസന്നിധിയിൽ എന്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ നിനക്ക് അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊണ്ടുവരപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഊടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുള്ള വഴിയിൽ അവർ എനിക്കായി കണിയിൽ മറച്ചു വെച്ചു. ഞാൻ വലത്തോട് നോക്കി എന്നെ അറിയുന്നവരില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എൻ്റെ ആത്മാവിന് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവേ നിന്റെ അടുക്കൽ ഞാൻ നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയുമാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്റെ
അപേക്ഷ ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു, എന്നെ പീഡിപ്പിക്കുന്നതിന് എന്നെ വിടുവിക്കണമേ. എന്നാൽ അവർ എന്നേക്കാൾ ബലമുള്ളവരായിത്തീരുന്നു. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണേട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങളിൽ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവെല്ലാം ഇപ്പോഴും കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടകൾ എനിക്കായി കണികൾ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പന തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയിലേക്ക് അവകാശപ്പെടുത്തി, എന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പന നീക്കുതടയുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകലയാദികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ ഉറവ നമ്മെ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് അനേകം കർത്താവാകുന്നു. മശീഹ തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി നീ വിനയപ്പെടുകയും നോമ്പ് നോറ്റ് ശത്രുവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തിരുമനസ്സാവുകയും യുദ്ധം ചെയ്യുന്ന സാത്താനെ യോഗ്യമായി നോമ്പോടും വെടിപ്പുള്ള പ്രാർത്ഥനയോടും കൂടി ജയിക്കുവാനായി നിന്റെ സഭയെ പഠിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പിതാവായ ആദാമിന്റെ മനുഷ്യപ്രിയം മൂലം പരാജയപ്പെട്ടു എന്നു സമാധാനത്താൽ വരിക. ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്കായി നോറ്റ നോമ്പേ, സമാധാനത്താൽ വരിക. രക്ഷിതാവേ, നിർമ്മല സ്നേഹത്തോടെ നോമ്പിനെ സ്വീകരിപ്പാനും സന്തോഷത്തോടുകൂടി അതിനെതിരേൽപ്പിനെ പുറപ്പെടുവാനും ഞങ്ങളെ സംഗതിയാകണമേ. നിന്റെ തിരുവിഷ്ടപ്രകാരം നോമ്പ് നോൽക്കുവാനും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ദേശങ്ങൾ പരിഹരിക്കപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സാക്ഷിക്കുന്നു, നമ്മുടെ പൂർവീയ അവകാശത്തിലേക്ക് നാം ഉയർത്തപ്പെടുവാൻ നമ്മുടെ രക്ഷകനായി നമുക്ക് തന്നിരിക്കുന്നു. കർത്താവേ, നീ വാതിലും സത്യജീവനുമാകുന്നുവല്ലോ. നിന്നിൽ കൂടി മഹത്വമുള്ള നിന്റെ പിതാവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറക്കുകയും ഞങ്ങളുടെ നടപ്പിനെ സ്ഥിരപ്പെടുത്തുകയും വഴികളെ ചൊവ്വാക്കുകയും ചെയ്യണമേ. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മനോഗുണവാനേ, നിന്റെ കൃപയോട് ചെയ്യണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും എല്ലാ ദ്വേഷങ്ങളെയും മായ്ക്കുകയും ചെയ്യണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് നിരക്കും സമാധാനവും നൽകി രണ്ട് ലോകങ്ങൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നോമ്പും നമസ്കാരവും നിനക്ക് വെടിപ്പുള്ള ധൂപം പോലെയായി സൗരഭ്യങ്ങളുടെ പുക നിന്റെ സന്നിധിയിലേക്ക് കൈക്കൊള്ളപ്പെടുമാറാകണമേ. ബാറക്കുമോ. ശുദ്ധമുള്ള നോമ്പും ശത്രുവായ ദുഷ്ടനെ നോൽക്കാത്തായതുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ഇമ്പകരമാകണമേ. ഞങ്ങളുടെ അപേക്ഷ തിരുമുമ്പാകെ പ്രവേശിക്കുമാറാകണമേ. ആനന്ദ പരിമളം പോലെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകണമേ. സീനായി മലയിൽ വെച്ച് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും എഴുതിയ കൽപ്പനകൾ 40 നോമ്പാൽ മൂശ ഇറക്കിക്കൊണ്ടുവന്നു. അവന്റെ പ്രാർത്ഥന നമ്മോടുകൂടെ ആയിരിക്കണമേ. ബാറക്കുമോ. നമ്മുടെ കർത്താവിനുള്ളിൽ വച്ച് വസിക്കുകയും സാത്താനോട് പോരാടി ആ ദുഷ്ടശത്രുവിനെ ചെയ്തു. അതിനാൽ ശത്രുവിനെ ജയിപ്പാൻ നമുക്കതിനെ ആയുധമായി നൽകി തന്റെ നാമത്തിന് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ.
സഹതീന്മാരുടെ പോരാട്ട സ്ഥലത്ത് അവരോട് ഒരുമിച്ച് അവരെ ശക്തിപ്പെടുത്തിയ നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മിശിഹ, ഞങ്ങൾ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദുഷ്ടൻ പോരാട്ടത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയും അവൻ ലജ്ജിപ്പാനായിടയാകുകയും ചെയ്തു. അവൻ കെണിവെച്ചപ്പോൾ അവന്റെ കൈ ദുർബലമായി തീർന്നു. വിശുദ്ധവനായ കർത്താവ് ദുഷ്ടന് പോരാട്ടം നടത്തുവാൻ വാതിൽ തുറന്നു കൊടുത്തു. താൻ വിശുദ്ധനായി കണ്ടില്ലെങ്കിൽ അവൻ യുദ്ധത്തിനായി വരികയില്ലായിരുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പുത്രനെ അയച്ച പിതാവിന് സ്തുതി. തൻ്റെ നോമ്പാൽ ദുഷ്ടനെ മറിച്ചിട്ട് പുത്രന് വന്ദനം. പോരാട്ടത്തിൽ ആകൽ കരുസായി വീഴ്ത്തിയ റൂഹായിക്ക് സ്തോത്രം. തൻ്റെ കരുണയില്ല ഇപ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആത്മാക്കൾ മേൽ കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹങ്ങളെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുതേ. പാപികളാങ്ങളേറ്റ് പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ മരണത്താൽ വനമായിപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തിൽ നീ അടുക്കിലേക്ക് ഇറക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാവാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണമശിയ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ വാഴ്ത്തപ്പെട്ടവൻ നീയാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള മറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനേ അപേക്ഷിച്ചുകൊള്ളണമേ. ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമി സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമി. എൻ്റെ ദൈവവും എൻ്റെ നീതിയുടെ രക്ഷിതാവുമേ, നിന്നെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് നീ ഉത്തരവരുളി ചെയ്തു. മനുഷ്യമക്കളെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ ബഹുമാനത്തെ മറയ്ക്കുകയും വർദ്ധതയെ സ്നേഹിക്കുകയും വ്യാജത്തെ അന്വേഷിക്കുകയും ചെയ്യും.
കൂപ്പി നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറയുകയും നിങ്ങളുടെ കിടക്കുമേൽ നിരൂപിക്കുകയും ചെയ്യുവിൻ. നല്ലവനെ നമുക്കാര് കാണിച്ചു തരുമെന്നും അവൻ്റെ പ്രകാശത്തെ നമ്മുടെ മേൽ വിരിക്കട്ടെ എന്നും പറയുന്നവർ പലരുണ്ട്. കർത്താവേ, അവരുടെ ധാന്യവും മീഞ്ഞും എണ്ണയും ഒരുമിച്ച് സമാധാനത്തോടെ വർദ്ധിച്ച് എന്റെ ഹൃദയത്തിൽ നിന്റെ സന്തോഷം നീ തന്നു. ഞാൻ കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ നീ മാത്രം എന്നെ അടക്കത്തോട് വസിക്കുമാറാക്കും. ദൈവമേ യോഗ്യമാകുന്നു, ഭാഗ്യമോ. കർത്താവേ, പാപിനിയുടെ മുമ്പിൽ തുറന്നു കൊടുത്തതുപോലെ നിന്റെ കരുണയുടെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. ഞാൻ അർപ്പിക്കുന്ന കണ്ണുനീർ കൈക്കൊണ്ട് എനിക്ക് പാപപരിഹാരം നൽകണമേ. ജീവജലമായി നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു. ഞാൻ അബ്രഹാമിൽ നിന്ന് വെള്ളം യാചിക്കുവാനിടയാകാതിരിക്കേണ്ടതിന് ജീവജലമായി നിന്നെ ഞാൻ സഹയാത്രിയനായി സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ ആ ധനവാന്റെ ഭൂമിയിൽ വിരലിൻ്റെ അഗ്രം മുക്കി വെള്ളം കിട്ടുവാൻ യാചിച്ചതായി ഞാൻ കേട്ടിരിക്കുന്നു. കർത്താവേ, എന്റെ ബലഹീനതയിൽ നീ സൂക്ഷിച്ചു നോക്കണമേ. സങ്കേതം പ്രാപിക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നില്ല. വൈദ്യന്മാരുടെ അടുക്കൽ ഞാൻ സമീപിക്കുകയും അവരുടെ ഔഷധങ്ങൾ എന്നിൽ ചെലവഴിക്കുകയും ചെയ്തു. എങ്കിലും എൻ്റെ മുറിവ് കഠിനമായിരിക്കുന്നു, അതിനെ സുഖപ്പെടുത്താനാവുന്നില്ല. നീ ഉത്തമ വൈദ്യനാവുന്നു എന്നും നിനക്ക് വളരെ ഔഷധമുണ്ടെന്നും നിന്നെ സമീപിക്കുന്നു സുഖം പ്രാപിക്കുമെന്നും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ജനകനായ പിതാവിൻ്റെ സ്നേഹത്താലും നിന്നെ പ്രസവിച്ച മറിയാമിന്റെ പ്രാർത്ഥനയാലും എന്റെ കടങ്ങൾ ക്ഷമിക്കണമേ. എന്റെ കർത്താവിന്റെ പാപത്തിൽ ഞാൻ മരിക്കുവാനിടയാകരുതേ. നീ സ്നേഹിക്കുന്ന കാഴ്ചകളാവുന്ന കണ്ണുനീരുകളെ ഞാൻ അർപ്പിക്കുന്നു. കാളകളെയോ കുഞ്ഞാടുകളെയോ മുട്ടാടുകളെയോ ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ അല്ല, എൻ്റെ 2 കണ്ണുനീർത്തുള്ളികളത്രേ നിനക്ക് സമർപ്പിക്കുവാനുള്ളത്. നിന്റെ ജനകനായ പിതാവിൻ്റെ സ്നേഹത്താലും നിന്നെ പ്രസവിച്ച മറിയാമിന്റെ പ്രാർത്ഥനയാലും നിന്റെ കടങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. നല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കൾ മേൽ കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ കരുണ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. വിശ്വാസത്തോടുകൂടെ നിന്റെ വാതിൽ ഞാൻ മുട്ടിയിരിക്കുന്നതിനാൽ ദൈവമോട് ഞങ്ങളോട് ഉത്തരമരുളണമേ. നിന്റെ സത്യത്തെ ഞാൻ കാണുകയും നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയിൽ ഞാൻ സങ്കേതപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് വെടിപ്പുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിന്റെ നിറവിൽ നിന്ന് നിത്യജീവനെ കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളുടെ ബോധത്തിൽ നീ വസിപ്പിക്കണമേ. ദുഷ്ടനെതിരായ എനിക്ക് സഹായത്തിന് ഉണ്ടായിരിക്കണമേ. നിന്റെ നാമത്താൽ എന്നെ മുദ്രയിടുകയും എന്റെ ജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഭാഗ്യത്തെ ഞാൻ സ്നേഹിക്കുകയും നിന്റെ പിന്നാലെ വരികയും ചെയ്തുകൊണ്ട് എന്നെ ലജ്ജിപ്പിക്കരുതേ. നിന്റെ പതിവിൻ പ്രകാരം നിന്റെ വലത്ത് എന്റെ മേലാവസിപ്പിക്കണമേ. എന്റെ ഇഷ്ടം മുഴുവനും ഞാൻ നിനക്കുള്ളവനായി തീരണമെന്നുള്ളത് മാത്രമാണ്. കാരുണ്യവാനായ പിതാവും നാഥനുമേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഞാൻ നിന്നിൽ നിന്ന് കരുണയും ദൈവവും പ്രാപിച്ചിരിക്കുന്നതിനാൽ എന്നെ ലജ്ജിപ്പിക്കരുതേ. വ്യാപാരിയെ പോലെ എന്റെ ഹൃദയം നിന്റെ നിക്ഷേപത്തെ വഹിക്കുമാറാകണമേ. സത്യത്തിന്റെ പുസ്തകം ഞാൻ വായിച്ച് പഠിക്കേണ്ടതിനായി എനിക്കിടയാക്കണമേ. ദാസ്യപുത്രനുമാകിയാൽ നിന്റെ സന്നിധിയിൽ എന്നെ ജീവിപ്പിക്കും. നിന്റെ ശരീരം ഭക്ഷിക്കുകയും നിന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തതിനാൽ നീ മൂലം ഞാൻ ജീവിക്കുമാറാകണമേ. നിന്റെ സ്ലീബ ഉപദ്രവങ്ങളിൽ ഞങ്ങളെ കാക്കുന്ന കോട്ടയായിരിക്കണമേ.
നിന്റെ വലതയുടെ മേൽ ആവസിപ്പിക്കണമേ. ലോകങ്ങളുടെ പിതാവും ജീവന്റെ അധിപതിയുമായുള്ളവേ, നിന്റെ നാമത്തിന് സ്തുതി. എൻ്റെ അപേക്ഷയെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ കാഴ്ചപോലെ പ്രവേശിക്കുമാറാകണമേ. സകലവും കേൾക്കുന്നവനും പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നവനുമായുള്ളവേ, ഞങ്ങളുടെ കടങ്ങളിൽ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളിൽ കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയച്ചരുളണമേ. നിൻ അറിയുന്നലും അനുഗ്രഹവും നിദ്ര വെടിഞ്ഞിട്ടുണർവിടു ഞാൻ നിൻ മുന്നിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങിലതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ ഞാൻ. അക്രമമുണറിൽ ചെയ്യൽ ഞാൻ പോക്കണമേ നാഥ. കൃപയാൽ നിദ്രയിൽ ഞാൻ പിഴ ചെയ്തിടിൽ നിൻ കൃപ മോചനമരുളണമേ. എളിമയെഴുന്നെൻ കുരിശിനെയോ തേകളമടിയനതുക നിദ്ര മായാരൂപ കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്കാം. സ്വച്ഛന്തമുറങ്ങുന്നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായ്വാൻ ഈ രാവിൽ കാക്കണമെന്നേ. എന്റെ ഗമശേഷം കാപ്പ നിന്നെ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ ഞാൻ. ആശ്വാസത്തോടുറങ്ങുമെനിക്കാവുക നിന്റെ ചങ്കാവൽ. നിൻ സദൃശ്യമതാം സൃഷ്ടി കേകണമേ നിൻ സ്വാതന്ത്ര്യം. നിൻ കൈവേലയതാമേമേൽ നിന്റെ വലം കൈമേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണ കോട്ട വളഞ്ഞെന്നെ. മെയ്തുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ. നിന്നുടെ ശക്തി ഏൽക്കണമേ. നൽധൂപമ്പോൾ എൻ്റെ ഉറക്കം തിരുമുൻപിൽ. നിൻ മാതൃപ്രാർത്ഥനയാലൻ ശയ്യക്കണയരുതേ ദുഷ്ടൻ. എന്നെ ഹിംസിക്കായി വന്നിൻ ബലിസാത്താനെ വിലക്കണമേ. നിൻ വാക്കെന്നിൽ നിവർത്തിക്കാൻ നിൻ കുരിശെന്നുയർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൻ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ. നീതി എഴുന്നൊരു രാവുമെനി കേകണമേ നൽ സന്ധ്യതും. വെളിവാമശയ രക്ഷകനേ, വെളിവിൽ തന്നെ നിൻ വാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിവിൽ വസിക്കുന്നുലകത്തിൽ രക്ഷകനാമീശോ സ്തോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിലുണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രമതായിരമായിരമായനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രം മാലാഖകൾ ശുശ്രൂഷിച്ചിറയർ വന്നിപ്പവനെ. പ്രാർത്ഥന കേൾക്കീറയരുടെയും മാലാഖകളുടെയും നാഥ. ത്രേയാമേകത്രേയാതൃത്വമായി സ്ഥിതി ചെയ്യും സുതപരിശുദ്ധാത്മകനാം സത്യേകപരനായി സ്തോത്രം. ബലഹീന ജന പ്രാർത്ഥനയെ കേൾപ്പവനും കാഴ്ചകൾ പോലെ അനുതാപം പൂണ്ടോർ കണ്ണീർ കൈക്കൊള്ളുന്നവനും സ്തോത്രം. ഈറെ ശുശ്രൂഷിപ്പവനെ മാലാഹകൾ വാഴ്ത്തുന്നവനെ. വൃക്ഷതലത്തിൻ സംഖ്യയിൽ മൺ മേർ നിന്നെ സ്തുതി ചെയ്യുന്നു. പിതൃസുത പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം ചെയ്തിടേണം നാം സത്യ ജ്ഞാനവിവേകത്തോടുകൂടി. മൃതികര വിഷമാം പൊൻവെള്ളേതനമയോ നേടരുതേ നീ. തേടുക സ്വരമുപദേശം നിന്നെ നാഥൻ സ്നേഹിപ്പാ. 40 നോമ്പത് നോക്കുക നീ, തീറ്റുക തീനില്ലാത്തവരെ. ഈശോയെ സുതനൊപ്പം നീ പ്രാർത്ഥിക്കുക ദിനമേഴോഴ. 40 നാളിനുപവാസം മൂശ കഴിച്ചേലിയായും
നാഥൻ ശത്രുവിനെ വന്നു 40 നാൾ ഉപവാസത്താ കടൽ കൊഴിയഗ്നി ചോളകളിൽ നിന്നു കരേറിയ പ്രാർത്ഥനകൾ അടിയാരുടെ പ്രാർത്ഥനകൾക്കും കൃപയാൽ വാതി തുറക്കണമേ. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ, പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഭാഗ്യമോർ അച്ഛനെ മറവിലിരിക്കുന്നതിനും ദൈവത്തിൻ്റെ നിഴലിൽ മാറ്റപ്പെടുന്നതിനുമേ. ഭാഗ്യമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എൻ്റെ സംഗേസ്ഥലം എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരുദ്ധൻ്റെ കെണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവൻ അവൻ്റെ തൂറ് കൊണ്ട് നിന്നെ രക്ഷിക്കും. അവൻ്റെ ചിറകുകളുടെ കീഴിൽ നീ മറിക്കപ്പെടും. അവൻ്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലത്ത് ഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവ നിങ്കിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉയരലാക്കിയിരിക്കുന്നു. എന്നെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ മാലാന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്കിടച്ച വഹിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജകൾമേൽ നിന്നെ വഹിക്കും. സർപ്പത്തെ മണലിയെ നീ ചവിട്ടും. സിംഹത്തെ പെരുമാവിനെ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്നെ നാം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് കണ്ട് കണ്ണുകൾ ഉയർത്തും. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലെടുക്കുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവിന്റെ വലത്ത് കൈ കൊണ്ട് നിനക്ക് നിഴലിടും. പകലാകത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്റെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും. കർത്താവിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ സുനയോഗ്യമാവുന്നു. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയുടെ ചിറകും കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മൗത്തമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ, നിരപ്പൂർന്നിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ ണമേ. നിന്റെ സ്ലീബാദുഷലിന്റെ സൈന്യങ്ങളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസന്ധിക്കും വാഴ്ത്തപ്പെടുന്നു. വിശുദ്ധിയും മാത്തുളർത്തുമേ. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചോളണമേ.
എന്തുകൊണ്ടെന്ന് രാജ്യശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെടുവാൻ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടുവാനാകുന്നു. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും പ്രാണപേക്ഷണമേ. ആമീൻ. ശുഭകോനോ ശുശ്രൂഷ ആരംഭിക്കുന്നു. പ്രത്യേകാൽ സഭയുടെ ക്രമീകരണം അനുസരിച്ച് തിങ്കളാഴ്ച ഉച്ച നമസ്കാരത്തോട് ചേർന്നാണ് ശുഭകോനോ ശുശ്രൂഷ നടത്തേണ്ടത്. എങ്കിലും ധാരാളം ആളുകൾക്ക് സംബന്ധിക്കുവാൻ തക്കവണ്ണമുള്ള സൗകര്യപ്രദമാണ് ഇപ്പോൾ ഇത് ക്രമീകരിക്കുന്നത്. ഇത് നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. വലിയ നോമ്പ് എന്ന വലിയ യാത്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുരഞ്ജനത്തോടെ അറിവോടോ അറിവ് കൂടാതെയോ ദൈവസന്നിധിയിൽ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തവരോടും ക്ഷമ ചോദിച്ച് നിരപ്പായി പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള ശുശ്രൂഷയാണ്. പെരുന്നാൾ ശുശ്രൂഷ ക്രമത്തിൽ അതിൻ്റെ പാട്ടുകളുണ്ട്. ആണ്ടുദക്സയിൽ പൂർണ്ണമായിട്ടും അതുണ്ട്. ആ പാട്ടുകൾ ചൊല്ലി ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാം. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ സ്നേഹവും സദാ ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുകയും അതിനാൽ ഞങ്ങളെ സദാ ബന്ധിച്ച് അഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലുൻമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്തെന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മേനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലിയിൽ നീ നിരവസായില്ല, ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ നീതിയുടെ ഹോമബലികൾ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിയെടുത്തുമേ കാളബലിയായി കരയേറും. ദൈവമേ സുനിയോഗ്യമാകുന്നു. പാർക്കുമോ പാപം ചെയ്തേൻ പ്രാർത്ഥന കേട്ടൻപുടയോനേ, എൻ പിഴ പോക്കണമേ നാഥ. നിഖിലേശാകൃപ ചെയ്കന്നിൽ കടപാപങ്ങളിൽ ഞാൻ മലിനത പൂണ്ടു നിലവിളി കൂട്ടുന്നേ നാഥ. നിഖിലേശാകൃപ
കൃപ ചെയ്യുകന്നിൽ. നാഥ കരുണാനിധിയെ നിൻ വാതിലിലല്ല ദൈവിടടിയാർ മുട്ടും. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. കേഴുന്നേൻ പാപിനിയെ പോൽ അർത്ഥിക്കുന്നേൻ ചുങ്കക്കാരൻ പോൽ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. അൻപുള്ളോനെ പാപികളിൻ ദോഷകടങ്ങൾ കൻപാൽ ക്ഷമ നൽകാനാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. വൈരം മത്സരമിവ വെടിയും സ്നേഹത്താലുൾ തളിരു നിറയ്ക്കണമേ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. പാതകികൾക്കായി തരുവിൽ തന്മൈ ബലിയർപ്പിച്ചോനെ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. പാപിനി ചോരന്നിവർക്കുൾ സ്നേഹത്താൽ മുക്തി കൊടുത്തോനെ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. മാളികയതിലേറി സ്ലേഹന്മാർക്കായി ശാന്തി അണച്ചോനെ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. ശിഷ്യരെ സൗദേ മോദിപ്പിച്ചോനെ. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. പാറയ്ക്കുമോ ോലം വാദാവിലോലം വൽമീനാമീൻ. താതൻ പേർക്കായി സ്തുതിയേറ്റി കൂപ്പുക സുതനെ റൂഹായോടൊപ്പം. നാഥ നിഖിലേശ കൃപ ചെയ്യുകന്നിൽ. സൗമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയ സമാധാനമാവുന്ന പിതാവേ, നിനക്ക് സ്തുതി. ഭൗമികരോട് നിറപ്പാകുന്ന പുത്ര, നിനക്ക് സ്തോത്രം. ദൈവിക ദാനങ്ങളെ പൂർത്തീകരിക്കുന്നവനായ റൂഹ, നീ വന്യനാകുന്നു. പിതാവ് നമ്മുടെ രക്ഷയെ പ്രതി തൻ്റെ ഏകജാതനെ മരണത്തിന് നൽകി. സ്വസ്നേഹത്തിൻ്റെ പേരണയാൽ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു. പരിശുദ്ധ റൂഹ നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നു. അവൻ മൂലം നമ്മുടെ യാതനകൾ നൽകപ്പെടുകയും ചെയ്യുന്നു. നേതൃത്വമായും സാരാംശത്തിലേകമായും സ്ഥിതി ചെയ്യുന്നവനും മഹത്വത്തോടുകൂടെ 3 ക്രൂമാകളായി വന്ദിക്കപ്പെടുന്നവനുമാകുന്നു. കർത്താവെ, പരസ്പരം പരമാർത്ഥമായി സമാധാനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും അതുമൂലം ദൈവികമായി നിന്നോടുള്ള ഐക്യത്തിലും അനശ്വരമായ സ്നേഹബന്ധത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മഹനീയമായി നിന്റെ വീർപ്പിൻ്റെ ആനന്ദത്തിൽ എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹും യൗമോ സോദഹായാലുന്മേ. സൃഷ്ടികളുടെ നിത്യ സമാധാനവും സകല ഭാഗങ്ങളുടെ അകൃതിയും യഥാർത്ഥ നിരപ്പുമായി മിശിഹാതമ്പുരാനെയും നീ സ്നേഹമാകുന്നു, സ്നേഹമെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റെല്ലാ നാമങ്ങളെക്കാൾ ഈ നാമത്തിൽ നീ കൂടുതലായി സന്തോഷിക്കുന്നു. അതുമൂലം മനുഷ്യ സ്നേഹമുള്ളവനെന്ന് നീ അറിയപ്പെടുന്നു. അത് ധരിച്ചിരിക്കുന്നവരെ നീ ബഹുമാനിക്കുന്നു. നിന്റെ കുരിശു മുഖാന്തരം ശത്രുതയുടെ വേലയെ നീ തകർത്തുകൊണ്ട് ഈ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി സ്വീകാര്യബലവും ബലിയും ആനന്ദ പരിമളവുമായി നീ സ്വയം സമർപ്പിച്ചു. സ്വന്തം രക്തത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവയെ നീ സമാധാനപ്പെടുത്തി
നിത്യമായി നിന്റെ ദൈവത്വത്തിൻ്റെ അഭിവാജ്യമായ ഏകത്വം മൂലം അവ രണ്ടിനെയും ഒന്നാക്കി തീർത്തുകൊണ്ട് മദ്യത്തിൽ നിന്ന് വിദ്വേഷത്തെ നീ നീക്കിക്കളഞ്ഞു. താൽക്കാലികമായി നിന്റെ മനുഷ്യത്വം മൂലം ദൂരസ്ഥരെയും സമീപസ്ഥരെയും നീ വിളിച്ച് ദൈവികമായി നിന്റെ സ്നേഹൈക്യത്തിലും നിന്റെ അനാഥിന്യമായ രാജ്യത്തിലെ ഭവനാവകാശത്തിലും നീ അവരെ സംബന്ധിപ്പിച്ചു. പ്രധാന മാലാഖയുടെ അഭിവാദനം മൂലം നിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് കന്യകയായി നിന്റെ മാതാവിനോട് അറിയിക്കിയാൽ ലോകത്തിന് നിരപ്പും സമാധാനവും നീ സുവിശേഷിച്ചു. സമാധാനത്തോടുകൂടി നിന്റെ മാതാവ് നിന്റെ പ്രസംഗകനായ യോഹന്നാൻ്റെ മാതാവായി എലിശബയെ അഭിമുഖീകരിക്കുകയും നിന്റെ സമാധാനത്തിൻ്റെ സന്തോഷം മൂലം നിന്റെ ദാസൻ തൻ്റെ യജമാനൻ്റെ സന്നിധിയിൽ എന്ന വിധം അവൻ നിന്റെ സന്നിധിയിൽ തുള്ളിച്ചാടുകയും ചെയ്തു. നിന്റെ ജനനത്താൽ ഇടയന്മാരോട് സമാധാനം അറിയിച്ചു. മഹനീയമായി നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സുവിശേഷിച്ച സ്ത്രീകൾക്ക് നിന്റെ ദൈവിക സമാധാനത്തെ നീ പകർന്നു. പരിശുദ്ധ ശിഷ്യന്മാർ കൂടിയിരുന്ന മാളികയിൽ നീ സമാധാനപൂർവ്വം പ്രവേശിച്ച് നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവരെ സ്ഥിതരാക്കി. അയച്ചവൻ്റെ അടുക്കലേക്ക് നീ ആരോഹണം ചെയ്തപ്പോൾ നിന്റെ സ്നേഹന്മാർക്ക് നിന്റെ സമാധാനം നൽകുകയും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ളതാവുന്നു എൻ്റെ കൽപ്പനയെന്ന് അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവേയും ഈ സ്നേഹം ഞങ്ങൾക്കായി നീ കാത്തുകൊള്ളണമേ. അതിനാൽ ഞങ്ങളുടെ മനസ്സുകളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം ബന്ധിക്കണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഇടയിൽ ഭിന്നതകളെയും തർക്കങ്ങളെയും ബഹിഷ്കരിക്കുമാറാകണമേ. നിന്റെ സ്നേഹം ഞങ്ങളെ ജീവദായകമായ കൽപ്പനകളെ ആചരിക്കുന്നവരാക്കി തീർക്കണമേ. നിന്റെ സ്നേഹത്താൽ പീഡകളും കഷ്ടതകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ സ്നേഹം മൂലം നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും സന്താനങ്ങളായി ഞങ്ങൾ തീരണമേ. സമാധാനം മൂലം ഇടയന്മാരെയും അവരുടെ ആടുകളെയും ഐക്യപ്പെടുത്തണമേ. സമാധാനം മൂലം ആചാര്യന്മാരുടെ കൂദാശകളിൽ ആനന്ദിപ്പിക്കണമേ. നിന്റെ സമാധാനത്താൽ സഭയും നിന്റെ പ്രജകളെയും പൂർണ്ണമാക്കണമേ. നിന്റെ സമാധാനത്താൽ അതിനെ ഭരിക്കണമേ. നിന്റെ സമാധാനത്താൽ അതിനെ അലങ്കരിക്കണമേ. നിന്റെ സമാധാനത്തിൽ അതിൻ്റെ സംഘങ്ങളെ നയിച്ചുകൊള്ളണമേ. സമാധാനം മൂലം അതിലെ മക്കളെ സന്തോഷിപ്പിക്കണമേ. അതിലുള്ള ദൂരസ്ഥരെ സമാധാനം മൂലം ആകർഷിപ്പിക്കണമേ. അതിലെ സമീപസ്ഥരെ സമാധാനം കൊണ്ട് കാത്തുകൊള്ളണമേ. നിന്റെ സമാധാനം മൂലം അതിലെ ശുശ്രൂഷകരെ ശോഭിപ്പിക്കണമേ. അതിലെ ഭരണകർത്താക്കളെ സമാധാനത്താൽ സംയോജിപ്പിക്കണമേ. അതിലെ ഗുണങ്ങളെ സമാധാനത്താൽ ക്രമീകരിക്കണമേ. സമാധാനത്താൽ നിന്റെ പെരുന്നാളുകളെ നിലനിർത്തണമേ. കോപിച്ചിരിക്കുന്നവരെ സമാധാനത്താൽ ശാന്തതപ്പെടുത്തണമേ. വ്യർത്ഥന്മാരെ സമാധാനം മൂലം പിന്തിരിപ്പിക്കണമേ. ആത്മദുഃഖിതരെ സമാധാനത്താൽ സന്തോഷിക്കണമേ. നിന്റെ ഇടവകയെ സമാധാനത്താൽ കാത്തുകൊള്ളണമേ. സംശയബുദ്ധിയുള്ളവരെ സമാധാനശീലതയുള്ളവരാക്കണമേ. സമാധാനം മൂലം ഞങ്ങളുടെ ചിന്തകളെ നിർമ്മലമാക്കണമേ. കഠിനമായ യജമാനന്മാരിൽ നിന്ന് സമാധാനം മൂലം ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ എല്ലാ പെരുന്നാളുകളിലും സമാധാനം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. സമാധാനത്താൽ ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും അംഗീകരിക്കണമേ. സമാധാനത്താൽ കരുണയും മോചനവും ഞങ്ങൾക്ക് നൽകണമേ. സമാധാനം മൂലം ദുഷ്ടബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിച്ചു കളയണമേ. സമാധാനം മൂലം ഞങ്ങൾ നിന്റെ ശത്രുക്കളുടെ നുഖത്തെ തകർത്ത് കളയണമേ. നിന്റെ സമാധാനം ഞങ്ങളോടുകൂടി സ്ഥിതി ചെയ്യണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ മനസ്സിനെ സന്നദ്ധമാക്കണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണമേ. സമാധാനത്തിൻ്റെ നാഥനായി നിന്നെയും സമാധാനത്തിൻ്റെ ദാതാവായ നിന്റെ പിതാവിനെയും സത്യസ്നേഹത്തെ പൂർണ്ണമാക്കുന്നതിനായി നിന്റെ റൂഹായും ഇപ്പോഴെപ്പോഴും എന്നേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലൗന്മേ. ദൈവ
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹത്തരുവേ നീ പാരം മോദകരം ധന്യം നീ അധിവാസം ചെയ്യുമിടം ശുഭപൂർണം നിന്ന അബ്രഹാമിൻ ഗൃഹമാർന്നു നാഥൻ നിന്നാലേറെ വൈദികർ ബസ്കുദിശ യാതനയും ബീഡയുമെന്നെ കർത്തൃ സ്നേഹത്തെ നിതുമകറ്റില്ലെന്നോതി നിന്നാൽ പൗലോസു ഹല്ലേലൂയ ഇതു തന്നോന്തന്നിൻ സോദരനപരാധം ചെയ്താൽ വൈര്യം കൈവീടി േഴോടെഴുപതു വട്ടം നീ ക്ഷമ നൽകിടേണം. സോദരനെ പോൽ നീയും പിഴയാളി ഓർക്കിൽ നിനക്കും മോചനമാവേശ്യം രമ്യതയാൽ കൂട്ടാളികളായി ദിനരാത്രങ്ങൾ നാദാസ്തുതിയും നാർക്കണമേ നേവം നമ്മൾക്കായി. ഹല്ലേലൂയ എഴുതി ദേവസ്തുതൻ ബാറയ്ക്കുമോ ശുഭഹോലാ ബോലെ ബറോവൽ റൂഹോ കാദീശോ സ്നേഹം നിസ്തുലമെന്നെഴുതി മാർപ്പൗലോസദിനെ മോഹിക്കുന്നോൻ ധന്യനവൻ കണ്ടിടുമുടയോനെ കണ്ടാൽ പരനെ ഗിരിമൗലിയിൽ മൂശ വിധി നിലയത്തിൽ സഹോദരയും കണ്ടു തിരുസഭയവനെ തിരുവിന്മേൽ സ്നേഹ താൽദർശി ചിരവും പകലും സ്തുതിഗാനം ഘോഷിച്ചിടും. ഹല്ലേലൂയ ഹല്ലേലൂയ മെൻമൂലം വാദാമിൻ മൂലം വൽമീരാമി പ്രിയരേ തീഷ്ണത കാട്ടുക ദിവ്യായുധമാം നോമ്പിൽ മശിഹായിൽ പൂർണ്ണതയാർന്നു നോമ്പാജയമാർന്നു ആകെ കരുസ തന്നോട് പോരിട്ടാർ ശോഭിതനായി സീനായിൽ മോശ എലിയായിരുതി തേരിൽ നോമ്പാൽ വാലേറി ഉന്നതി സുഗതികളാർജിച്ചു മകുടം സഹദേരും. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാന മന്ദിരങ്ങളും ഞങ്ങളുടെ മനസ്സുകളെയും സമാധാനത്തിൻ്റെ ദുർമുഖങ്ങളുമാക്കി തീർത്ത്
നിന്നോടും അവർണ്ണനീയമായ അർത്ഥമായ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കണമേ. സ്നേഹവും യോജിപ്പും ഐക്യവും ഭക്തിയും ഞങ്ങളിൽ സ്ഥാപിക്കണമേ. അങ്ങനെ വെടിപ്പോടെ ഞങ്ങൾ അന്യോന്യം സമാധാനം നൽകുവാനും പരമാർത്ഥതയോടെ അത് സ്വീകരിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കർമ്മത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ധൂപത്താലും ആനന്ദ പരിമളത്തിൻ്റെ ഹിതത്താലും ധൂപത്താലും എന്ന പോലെ തിരുവിഷ്ടം ഇതിൽ പ്രീതിപ്പെടുമാറാകണമേ. നീ സകലത്തിൻ്റെയും സമാധാനം മൂലം നീ ആനന്ദിപ്പിക്കുകയും നിരപ്പിനാൽ സകലത്തെയും സന്തോഷിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗന്മേ ഈശാനാഥാവരികതുണപ്പാൻ വീളി കൂട്ടുന്നു. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഈശാനാഥ ഈരനാഥ മാലാഹേശ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഐക്യത്തിനായി ബന്ധപ്പെടുവിൻ ക്രുദ്ധന്മാരെ. നമ്മാൽ ക്രുദ്ധൻ നാഥൻ നമ്മിൽ പ്രീതിപ്പെട്ടു. കുറ്റം ചെയ്തോ നിങ്ങു വരട്ടെ. സമ്മാന്യം ഞാനെങ്ങത്തേടിൽ മാനം കൊടു മെന്നോർത്തീളല്ലേ. സ്നേഹിക്കണം ഭ്രാതാക്കളെ നീ അവയവതുല്യം. കർത്താവീശോയേകൻ തന്നെ മെയ്യൻ മൗലേ. കോപം മൂലം ഭാതു സ്നേഹം വീട്ടിടുന്നു നാദോഷി ഭ്രാതൃസ്നേഹി കീഴടിമതം ക്രോധാവിഷ്ട ദൈവത്തെ പോ നിൻ ഭ്രാതാവോ ഡൈക്യം പാലി ചീടണം നീ ചിന്താപൂർവം നിന്നുള്ളിലും ഭാഗയും പോരും കർത്തൃസ്നേഹം വാനതിലെ പോ വാഴും നിന്നിൽ കോപിച്ചേർന്നൻ ശാന്തിയതാകും ദാതൻ സ്തുത്യൻ വന്യൻ ക്രൂശ ശാന്തി ജഗത്തിൻ നേകിയ പുത്രൻ തപ്തന്മാർക്കായി മോചനമരുളും റൂഹാസ്തോത്രം ഉണ്ടാകട്ടെ നമ്മുടെ മേൽ അൻപായാമീൻ. സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദോഷക്ഷമയാർജിച്ചാൻ പാവവിമോചനമാർന്നോൻ ധന്യൻ. മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരായി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ
ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്നവനും വരുവാനികയും വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കയച്ചതിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് 2 പേർ ഭൂമിയിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചെങ്കിലും യാചിക്കുവാൻ ഏക മനസ്സുള്ളവരായാൽ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൽ നിന്ന് അത് അവർക്ക് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമത്തിൽ 2 or 3 പേർ ഇവിടെ കൂടിയാലും അവരുടെ ഇടയിൽ ഞാനുണ്ട്. അപ്പോൾ കീഴ്പ്പാടുത്തു വന്ന ദൈവത്തോട്, കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട്, 7 വീതം 70 പ്രാവശ്യം എന്നല്ലാതെ 7 വരെ അല്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരിൽ നിന്ന് കണക്ക് കേൾക്കുവാൻ മനസ്സുവെച്ച രാജാവിനോട് സദൃശ്യമാവുന്നു. അവൻ കണക്ക് കേട്ട് തുടങ്ങിയപ്പോൾ 10,000 കെക്രേൻ കടം വാങ്ങിയിരുന്ന ഒരുവൻ ഹാജരാക്കപ്പെട്ടു. കടം വീട്ടുവാൻ അവന് വകയില്ലാത്തതുകൊണ്ട് അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവൻ്റെ സർവ്വത്തെയും വിട്ട് കടം തീർക്കുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ ആ ദാസൻ വീണ് വണങ്ങിക്കൊണ്ട്, പ്രഭു, എനിക്ക് അവധി തരണമേ, ഞാൻ സകലവും തിന്ന് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ആ ദാസൻ തൻ്റെ യജമാനൻ്റെ മനസ്സലിഞ്ഞ് അവനെ കടത്തിൽ നിന്ന് വീട്ടുകയും എല്ലാം അവന് ഇളവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ആ ദാസൻ പുറപ്പെട്ട് 100 ദിനാറോ കടം വാങ്ങിയിരിക്കുന്ന ഒരു സഹോദരനെ കണ്ടു. അവനെ പിടിച്ച് തൊണ്ടയ്ക്ക് ഞെക്കിയ എന്നോട്, കടം വാങ്ങിയത് തിരികെ തരിക എന്ന് പറഞ്ഞു. ആ കൂട്ടുദാസൻ അവൻ്റെ കാൽക്കൽ വീണു, എനിക്കൊരു അവധി തരണമേന്ന്, സകലവും തീർത്തുകൊള്ളാമെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. എന്നാൽ അവൻ സമ്മതിക്കാതെ തന്നോട് കടം വാങ്ങിയത് കൊടുത്തു തീർക്കോളം അവനെ കാരാഗൃഹത്തിൽ ആക്കി വെച്ചു. ഈ ഉണ്ടായ സംഗതി കേട്ടപ്പോൾ സഹദാസന്മാർ അത്യധികം ദുഃഖിച്ച് അവനും സകലവും തങ്ങളുടെ യജമാനോട് അറിയിച്ചു. ആ യജമാനൻ അവരെ വിളിച്ചവനോട്, ദുഷ്ടദാസ, നീ എന്നോട് അപേക്ഷിക്കാല കടമെല്ലാം ഞാൻ നിനക്ക് ഇളച്ചു തന്നുവല്ലോ. ഞാൻ നിന്നോട് കരുണ ചെയ്ത പ്രകാരം നീ നിന്റെ സഹോദരനോട് കരുണ ചെയ്യേണ്ടത് ന്യായമായിരുന്നില്ലയോ? ആ യജമാനൻ കോപിച്ചിട്ട് കടം വാങ്ങിയിരുന്നത് കൊടുത്തു തീർക്കോളം അവനെ ദണ്ഡാധികാരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം കുറ്റം ക്ഷമിക്കാതെ ഇരുന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കാതെ അങ്ങനെ തന്നെ ചെയ്യുമെന്നു താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഉപേക്ഷിച്ചങ്ങത്തെ കൃപയിൽ വാഴാൻ കൃപ ചെയ്തിടണമേ. കരുണാനിധിയാം നാഥ, നിൻ വാതിലിലല്ല ദൈവിടടിയാർ മുട്ടും. ജനകാത്മജ രാജാക്കന്മാരുടെ കൂപ്പം രാജാധീശ, തിരുസന്നിധിയിൽ യാചിപ്പാൻ നിൻ കൃപയല്ല ഞങ്ങൾക്കാരുള്ളൂ. ബാറയ്ക്കുമോ ജനകാത്മജ വിമലാത്മാവേ, ഞങ്ങളോടേൽക്കും ദുഷ്ടാത്മപ്പടയിൽ ഞങ്ങൾക്കാകുക വന്മതിലും ശരണമതും നീ. സത്തമരെ തിരയും നേരം കരുണാച്ചിറകൾ ചേർക്കുക ഞങ്ങളെ നീ. ഈ അഭ്യർത്ഥന സ്വർഗത്തിൽ വാതിൽ തുറക്കും താക്കോലാകണമേ. മുറിയോറാഹേ മേലൈനോദ ഈശാനാഥ വരിക തുണപ്പാൻ വിളി കൂട്ടുന്നു.
പ്രാർത്ഥന കേട്ടേട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. സനാഥ ഈറയർനാഥ മാലാകേശ പ്രാർത്ഥന കേട്ടേട്ടാത്മാക്കൾ മേൽ കൃപ ചെയ്യണം. കാംക്ഷിക്കും നിൻ കന്മഷമുക്തേക്കൻ കർത്താവേ, കാലത്തിനോ തൻപർത്തിപ്പ നൽകുക കണ്ണേ. നിൻ കരുണയ്ക്കായി വാർഷികന്മേൽ കരുണ കടലേ കരുണാപുരം. വൈകുന്നേരം ഹൃദയനിഴയനെ വാലയം ചെയ്തു നീയൻ സന്ധ്യാരവിയാകണമേ നിൻ പ്രഭകാൺമാ. ചാവല്ലേ ഞാൻ മുന്തിരി വയലിൽ വേളിയിൽ നാദ എന്താപത്തെ നീന്തിരുനേത്രം കൈകൊള്ളണം. കാലം പോക്കി പാഴായവയെ സേവിച്ച് ഞാൻ ജീവാന്ത്യത്തിൽ കൈക്കൊള്ളുന്നേ ഞാൻ നിന്റേതാ. മായാരാജ വേന്നവദീപ നീതുബൻ സേനാധീശ സൗഖ്യം നേടാ നൗഷധമേകൂ. ആട്ടിൻ പറ്റും വീണ്ടൊരു നല്ലിടയാസൂത്രം ചെന്നോരാഞ്ഞ നഷ്ടമജത്തെ രക്ഷിച്ചോനേ. ഏവൻ പോരും നേരായി നിന്നെ സ്തുതി ചെയ്തിടാൻ താതാത്മാവോ തമരുമദൃശ്യ സ്തോത്രം സ്തോത്രം. ദേവാദേവാ ഉത്തരമരുളേ കാരുണ്യം ചെയ്തേടണം മാനുജാത്മാക്കൾ കരുതാപം നീ. മൊറാനീശ്വശിഹ നിന്റെ കാരുണ്യയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളേറ്റു പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണമായി പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, മാനുഷികമായ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേദന തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടാവാം. നേരത്തെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളോട് കാരണം കൂടാതെ ദേഷ്യം തോന്നുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ, നമുക്ക് അവരോടും ക്ഷമിക്കുവാനുള്ള ഒരനുഭവം കൂടിയാണ് പരിശുദ്ധ നോമ്പ്. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം തരുന്ന നന്മകൾക്ക്, ദൈവം തരുന്ന ക്ഷമയ്ക്ക് നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ബാധ്യതയും കടമയുമുണ്ട്. അപ്രകാരം മറ്റുള്ളവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുവാനും പൊറുക്കുവാനും പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന ചൊല്ലി പുരോഹിതൻ നിങ്ങളുടെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിന് മറുപടിയായി പിതാവേ ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രതിവാക്യമായി ചൊല്ലി മുട്ടുകുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, വത്സലരെയും മശിഹായെ പ്രതി എന്നോട് ക്ഷമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പാപം ചെയ്തു പോയി. സ്നേഹത്തോടും ആത്മീയമായ ഐക്യത്തോടും
പൈതൃകമായ സ്നേഹത്തോടും കൂടി ജാഗരൂകനായ ഇടയനെ പോലെ നിങ്ങളെല്ലാവരോടും ഞാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ മുമ്പാകെ നിലത്ത് കുമ്പിടുകയും ചെയ്യുന്നു. നിങ്ങളുടെ നിർവ്യാജ സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവിൻ. ദൈവം നമ്മോട് രമ്യപ്പെടുവാൻ വേണ്ടി നമുക്ക് പരസ്പരം രമ്യമാകാം. വിശുദ്ധ തൃത്വത്തിൻ്റെ ബഹുമതിക്കായി ഞാൻ നിലത്ത് കുമ്പിടുന്നു. കർത്താവേ, ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ എല്ലാവരുടെയും സന്നിധിയിൽ സങ്കടത്തോടും ഹൃദയത്തോടും പരിപൂർണ മനസാക്ഷിയോടും കൂടി നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉന്നത ശബ്ദത്തിൽ നിങ്ങളോട് അട്ടഹസിക്കുകയും ചെയ്യുന്നു. സഹോദരന്മാരെ, വത്സലരെ, വരുവിൻ. നമുക്ക് പരസ്പരം രമ്യമാകാം. നിങ്ങൾ പരസ്പരം തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നാം എല്ലാവരിലും ദൈവം പ്രീതിപ്പെട്ട് നമ്മുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി അന്യോന്യം ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണം. ദൈവമായ കർത്താവ് ഞങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ. ക്ഷമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധ നോമ്പിൻ്റെ പ്രാരംഭം അനുഗ്രഹീതമായിരിക്കട്ടെ. ഇതിൻ്റെ അവസാനവും അനുഗ്രഹീതമായിരിക്കട്ടെ. തൻ്റെ ഇഷ്ടാനുസരണം അതിനെ ശ്രേഷ്ഠമാക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും സഹായിച്ച് തുണയ്ക്കട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളെ, അതാത് വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ശത്രുവായ സാത്താൻ്റെ കെണികളിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവൻ തകർത്ത് കളയട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹ തൻ്റെ നോമ്പിൻ്റെ അന്ത്യത്തിൽ അവനെ തോൽപ്പിച്ച് സാത്താനെ എൻ്റെ പിന്നിൽ പോവുക എന്ന് അവനോട് പറഞ്ഞ പ്രകാരം അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും സ്ലീഹന്മാരുടെയും പ്രാർത്ഥനയാലും സ്ലീബായുടെ ശക്തിയാലും നിങ്ങളെ കാത്ത് സഹായിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ഏകപുത്രനും പിതാവിൽ ജനിച്ചവൻ പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനും ദൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ നിർവഹിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹാ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും ഒന്നിക്കപ്പെട്ട് സൂചിക്കപ്പെടുന്നവനും ദിവ്യന്മാർ സ്ലീഹന്മാർ മാത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള അറിവായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ മാത്രമേ വിളയേറ്റ് പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉറപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറയ്ക്കുമോർ സൗമൻകാലസ്കുറിയലായി നിന്നാൽ സ്തുതിയുടെ രാജമകൾ ഹാലേലുയ്യ നിൻവലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാൻ ഹാലേലുയ്യ
ലൂയ നിന്ദനമൂർക്കായിക മൃദുഗ്രഹവും ബാറക്കും ശുഭഹുലാംബൂലംബ്രുവൽ റൂഹു ഖാദീശോ മിനവോലം വാദാമിനവോൽ വൽമീന പുകഴ്ച ഭജനമേ നിന്നിരുദിച്ചോരേകസുതൻ തൃക്കരലങ്ങളിൽ അലിവാന്തൻ പക്കരപേക്ഷയാണ് കേള തൗമെൻകാൽ കുറിയേലായി മറിയാമീൻ സ്മരണം കാൽപ്പാവിനു കോട്ട പാറയ്ക്കും ബഹുലാംബൂലംബ്രുവൽ റൂഹു ഖാദീശോ ദൈവപ്രസവിത്രി കന്യകമറിയാമി നുയരുന്നോയാറിൽ സുഖപരിമളധൂപം മൊറിയോ റാഗേന്മേലെ തീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്തനയെ ഞങ്ങളിലാർദ്രത തോന്നിയിടാൻ ഏകാൽപജനോട തേക്കാം വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ മനവോലം വാദാമിനവോലം വൽമീനാമി ഉണ്ടമേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയവും നീച്ചോർക്കായി തൗമെൻകാലൂസ് കുറിയേലായിസോ ഭാഗ്യം സ്ലീഹർക്കും ഭാഗ്യം സഹദർക്കും പുനരുത്ഥാനദീനെ പാറയ്ക്കുമോ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹി മേലൈനു ആധാരേൻ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൽ വടികളെയും മായി. ഇപ്പോൾ എല്ലാവരും പരസ്പരം കയ്യസ്തൂരി കൊടുത്ത് സമാധാനത്തോടെ പിരിയുന്ന ഭാഗമാണ്. പുരുഷന്മാർ ഈ വശത്തും സ്ത്രീകൾ കൈമുത്തി ഇവിടെ നിന്ന് എല്ലാവർക്കും പരസ്പരം കയ്യസ്തൂരി കൊടുക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. അന്യോന്യം സ്നേഹിക്കണമെം നോദിയ നാദ നിൻ സ്നേഹം വാണിടണമെങ്ങളിലെന്നും സ്ലോ ഭൂതലമെങ്ങും തൽശാന്തി വാനവരിടയിൽ മാളികയിൽ ശിഷ്യന്മാരോടു ധ്യാനത്തിൻ നാളുകളിൽ നാദൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരേ നിങ്ങളിലേ ശ്ലോമോ വാഴട്ടെം നാളും ലോകാന്ത്യത്തോളം തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ,
ബലഹീനവും കുറ്റവും കുറവുള്ള പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ക്ഷേമാബോബ്രൂഹോ കാദീശോ ഓശോ വബുകൂല സുബാൻ ലൗൻമീൻ. ആമേൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.